ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് എപ്പോഴും നല്ല അടിപൊളി മണം നിന്ന എല്ലാവർക്കും ഇഷ്ടമല്ലേ? പിന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഇരിക്കുകയാണെന്ന് അകത്തിരിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ തോതിലുള്ള ഒരു ചീത്ത മണം പെട്ടെന്ന് വന്നാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. വെളിയിൽ നിന്ന് കയറി വരുന്ന ഒരാൾക്കായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ തോതിലുള്ള ഫൗൾ സ്മെൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾക്കത് മനസ്സിലാവാത്തത് നമ്മളെപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അത്ര ഇൻറ്റൻസ് അല്ലാത്ത സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇൻ കേസ് അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോണേ. ഒന്നാമതായിട്ട് നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ വേസ്റ്റ് ബിൻ വെക്കുന്നുണ്ടാവുമല്ലോ, നമ്മുടെ പച്ചക്കറികളുടെയും ഫുഡ് വേസ്റ്റിൻ്റെ ഒക്കെ ഇതിടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബിൻ വെക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾക്ക് രാവിലെ ഇട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ ഒരു മണം വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേസ്റ്റ് ബിന്നിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞി ഡപ്പയിൽ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് തുറന്നങ്ങ് വെക്കുക. അപ്പം ഈ ബേക്കിംഗ് സോഡ ഈ വേസ്റ്റ് ബിന്നിൽ നിന്ന് വരുന്ന ചീത്ത മണത്തിനെ വലിച്ച് ന്യൂട്രലൈസ് ചെയ്തെടുത്തിട്ട് ആ ഒരു മണം നമുക്ക് അന്തരീക്ഷത്തിൽ പടരില്ല. അപ്പോൾ ഇനി വേസ്റ്റ് ബിന്നിൻ്റെ അടുത്ത് ഒരു ചെറിയ പാത്രത്തിൽ നിങ്ങൾ കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് ഇട്ടിട്ട് പരീക്ഷിച്ച് നോക്ക്. പിന്നെ എപ്പോഴും ഫ്രിഡ്ജിൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതെനിക്കിപ്പം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം നമുക്കിവിടെ പാത്രങ്ങൾ ഇപ്പം ഈ കുറവായതുകൊണ്ട് ചില സമയത്ത് കണ്ടെയ്നർ ബോക്സ് കഴിയുമ്പം ഞാൻ മറ്റ് പാത്രത്തിലോ ആക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാറുണ്ട്. അങ്ങനെയാവുമ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഒരു മണമായിരിക്കും വരണ്ടാവുക. അത് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ നല്ലൊരു സ്മെല്ലല്ല അവിടെ സ്പ്രെഡ് ആവണത്. അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ബോക്സസിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ പോയിട്ട് ജനലൊക്കെ തുറന്ന് കർട്ടനൊക്കെ ഇങ്ങനെ നിവർത്തി അങ്ങ് ഇടും. അപ്പോൾ നമുക്ക് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാം. നമുക്ക് മാത്രമല്ല നമ്മുടെ വീടിനും അത് വളരെ നല്ലതാണ്. പിന്നെ ഈ വേസ്റ്റ് ബിന്നിൻ്റെ അടുത്ത് വിനാഗിരി വെച്ചാലും നമുക്ക് ബേക്കിംഗ് സോഡയുടെ സെയിം എഫക്റ്റ്. ഇപ്പം ബേക്കിംഗ് സോഡ ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും വീട്ടിൽ വിനാഗിരി ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരു കുഞ്ഞി പാത്രത്തിൽ വിനാഗിരി ഇതുപോലെ കൊണ്ട് വെച്ചാൽ മതി. ഇതിനൊക്കെ തൊട്ടടുത്തുള്ള ചീത്ത മണങ്ങൾ വലിച്ച് ന്യൂട്രലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ചീത്ത മണം സ്പ്രെഡ് ആവാണ്ട് ഇവർ തടയുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിനാഗിരി വെച്ച് ചെയ്താലും മതി. പിന്നെ ഡെയിലി നമ്മൾ ഷൂസും സംഭവങ്ങൾ അല്ലെങ്കിൽ സ്നീക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈവൻ നമ്മൾ സോക്സ് ഉപയോഗിച്ചാൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചീത്ത മണം, എൻ്റെ ഭാഷയിൽ ഒരു അണ്ടമണം വരുന്നുണ്ടാവും. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആ ഷൂസിൻ്റെ ഉള്ളിൽ ബേക്കിംഗ് സോഡ കുറച്ചിങ്ങനെ വിതറിയിടാം. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു തുണി വെച്ചിട്ട് എന്തെങ്കിലും അതിൽ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടച്ച് കളഞ്ഞാൽ മതി. ഈ പറഞ്ഞ പോലെ ആ ചീത്തമണം നമ്മുടെ ബേക്കിംഗ് സോഡ ന്യൂട്രലൈസ് ചെയ്തിട്ട് ഷൂസിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഷൂസിൻ്റെ പൊട്ടമണം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമുക്ക് കോളേജിൽ ഷൂസ് കമ്പൽസറി ആയിരുന്നു. ഉച്ച സമയമാകുമ്പോൾ ഉണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ ആ ഷൂസ് കാലുമേന്ന് ഊരിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ആ ക്ലാസ് റൂം മൊത്തം നമുക്ക് ആ ഷൂസിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഇനി അങ്ങനെ ആർക്കും മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള എയർ ഫ്രഷ്നേഴ്സൊക്കെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്തായാലും ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ സ്പ്രേ ബോട്ടിലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നാച്ചുറൽ എയർ ഫ്രഷ്നറിൻ്റെ കൂടെ തന്നെ വേറെ 2-3 സൊല്യൂഷൻസ് കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ലോ കോസ്റ്റിൽ അധികം പൈസ ഇല്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടിയോളം മിൻലീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി നാരങ്ങ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത്. അത് ഞാൻ വീഡിയോ എടുക്കുന്നതല്ല, ഇച്ചിരി കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വട്ടത്തിലരിയിടുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇളക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളം, ഒരു പിടിയോളം മിൻലീസ്, ഒരു പകുതി നാരങ്ങ. ഇനി എന്നിട്ട് ഇത് നമ്മൾ ഒരു നല്ലപോലെ തിളയ്ക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിയുമ്പം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്യണതിനെക്കാട്ടിലും മുന്നായിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്ത് നല്ലപോലെ ഇളക്കി വെക്കുക. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. മില്ലീസിൻ്റെ മണം എല്ലാവർക്കും അറിയാമല്ലോ, അടിപൊളി മണമാണ് അപ്പോൾ വരണത്. പിന്നെ ഇത് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കാം. ഞാൻ പണ്ടൊന്നും സ്പ്രേ ബോട്ടിലാക്കില്ലായിരുന്നു ഇതുപോലെ.
ഡെയിലി തന്നെ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ചെയ്തിട്ട് ആ ഗ്ലാസ്സിൽ തന്നെ വെച്ചിട്ട് സ്പ്രിങ്കിൾ ചെയ്യുക പതിവ്. പിന്നെ ഇത് നിങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റൂം ഫ്രഷ്നറായിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു നാച്ചുറൽ സ്മെല്ലായിരിക്കും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്കൊരു 7 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ആക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത് കാണാം. പിന്നെയും പാനിലോട്ടേക്ക് നമ്മളിത് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ പീൽസാണ്. ഇതിപ്പം ഏകദേശം ഒരു 2 ചെറിയ ഓറഞ്ചില്ലേ, ഇവിടുത്തെ മാൻഡ്രീൻ എന്ന് പറഞ്ഞിട്ട് സംഭവം 2 ചെറുതാണ്. അതിൻ്റെ ഇതാണ് തൊലിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ചെറിയ പീസാക്കിയിട്ട് മുറിച്ച് സംഭവം ഇടുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം, 2 ഓറഞ്ചിൻ്റെ തൊലി, പിന്നെ ഒരു 10-25 നമ്മളുടെ കുരുമുളകില്ലേ, കുരുമുളക് പൊടിയല്ല, മൊത്തമായിട്ടുള്ള കുരുമുളക് ഇതേപോലെ തന്നെ ഫുൾ ഫ്ലെയിമിൽ തിളയ്ക്കുന്നവരെ ഇടുക. പിന്നെ തിളച്ച് കഴിയുമ്പം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് തിളപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോഴും അതെ നല്ല മണമാണ് വരണേ. പിന്നെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഉള്ളത് കൊണ്ട് ഞാൻ സ്പ്രേ ബോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരാഴ്ചയോളം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് യൂസ് ആക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ആക്കാം. കാരണം ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവില്ല, നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് റൂം ഫ്രഷ്നർ കാറ്റഗറിയിൽ വരണത്. അടുത്തത് നമ്മൾക്ക് നമ്മുടെ ഈ കൊതുകുണ്ടല്ലോ, കൊതുവിന് കളയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം, 1 പിടിയോളം നമ്മളുടെ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, ഇതേപോലെ തന്നെ തിളപ്പിക്കുക ഫുൾ ഫ്ലെയിം. പിന്നെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിം. കൊതുകിനെ കളയാൻ ഇത് ബെസ്റ്റാണ്. നമ്മൾക്കിപ്പം മാർക്കറ്റിൽ ഈ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളില്ലേ, അതിൻ്റെ ഫ്ലേവറുകളിൽ നീമിൻ്റെ ഫ്ലേവർ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കണ്ടായിരുന്നു. അതിൻ്റെ പേര് ബ്രാൻഡ് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഈ സാധനം അടിപൊളിയാണ്. രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ഓരോരോ മൂലയ്ക്കകളിലും വെളിയിലൊക്കെ ചുമ്മാ ഇതൊക്കെ ഒന്ന് അടിച്ച് നോക്കുക. കൊതുകിനൊക്കെ ഒരു പരിധി വരെ ശമനം കിട്ടും. അപ്പം അടുത്തത് നമുക്ക് നമ്മുടെ പാറ്റ, അതുപോലെ തന്നെ ഉറുമ്പ്, ഈ സാധനങ്ങളെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം, ഒരു വലിയ മുതുക്ക് പീസ് നമ്മുടെ പട്ടയിലെ കറുവപ്പട്ട, അതിങ്ങനെ ഞാൻ കുഞ്ഞു പീസാക്കി കുറച്ചും കൂടെ നല്ല രീതിക്ക് എസൻസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് മുറിച്ചിടുന്നുണ്ട്. പിന്നെ 3 ബേ ലീവ്സ്, മീഡിയം സൈസാണ്. ഈ ബേ ലീവ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഞാൻ കബോർഡിലൊക്കെ കോക്രോച്ചിനെ കളയാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ടെന്ന്. പിന്നെ 15 ഗ്രാമ്പൂ, അതും കൂടി ഇട്ടിട്ട് ഇതേപോലെ തന്നെ നല്ല രീതിക്ക് തിളപ്പിച്ചെടുക്കുക. ഇത് നമ്മൾക്ക് നല്ല രീതിക്ക്, ഈ ബേ ലീവ്സ് എന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റീവാണ് പാറ്റേനെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ ഈ സൊല്യൂഷനൊക്കെ വെച്ചിട്ട് നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് തുടയ്ക്കാൻ പറ്റും. കിച്ചണിലേക്കാണല്ലോ മെയിനായിട്ട് നമുക്ക് ഈ പാറ്റയുടെ ശല്യങ്ങളൊക്കെ വരണത്. അപ്പോൾ അവിടെയൊക്കെ സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുള്ളാണ്. ബേ ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേനെ കളയാൻ വേണ്ടിയിട്ട് അപാര കഴിവുള്ള സംഭവങ്ങളാണ്. അങ്ങനെ എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളല്ലേ, അധികം പൈസയൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇനി ബാക്ക് ടു നമ്മളുടെ വേറെ കുറച്ച് ടിപ്സ്. നമ്മൾ ഈ ഡ്രോയേഴ്സ്, കബോർഡ് ഇതിലൊക്കെ ഉണ്ടല്ലോ മണം. ചിലവർ ഈ തുണികൾക്കിടെ ഇടയിലൊക്കെ പാറ്റ അങ്ങനത്തെ ഈ പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാറ്റ ഗുളിക വെക്കണ കണ്ടിട്ടുണ്ട്. അതിന് പകരം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു കുഞ്ഞു കോട്ടൻ്റെ തുണിയിൽ ഒരു 5 to 10 ഗ്രാമ്പൂവിൻ്റെ പീസ് വെച്ച് കെട്ടിയിട്ട് ഡ്രോയർ, കബോർഡ് മുതലായ സംഭവങ്ങളിൽ വെക്കുക. നല്ല സ്മെല്ലും ആയിരിക്കും. ഇതുപോലത്തെ പ്രാണികളും ഒന്നും വരത്തുമില്ല. അതേപോലെ തന്നെ നമ്മൾ മീനൊക്കെ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ വീട് മൊത്തം ആ മീനിൻ്റെ മണമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് പറയേ വേണ്ട. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ആ മണം പോവാൻ വേണ്ടിയിട്ട് മീൻ വറുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ മണമായിരിക്കും സ്പ്രെഡ് ആവുക. മീനിൻ്റെ മണം ഇവർ ന്യൂട്രലൈസ് ചെയ്തിട്ട് മീനിൻ്റെ സ്മെല്ലൊക്കെ നമ്മളുടെ വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടി ടിപ്സ്. ഇതുപോലത്തെ കുറച്ചും കൂടെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ അല്ലേ, അധികം പൈസ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകും തന്നെയാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.